സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ച് മാറിക്കഴിഞ്ഞാലും അവരുടെ ഔദ്യോഗിക നിയമം ഒരിക്കലും മാറ്റരുത്. പിന്നീട് വരുന്ന പല അബദ്ധങ്ങളും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഈ പേര് ചേർക്കുമ്പോൾ ഔദ്യോഗികമായി എന്താണോ പേര്, ആ പേരിൽ ഒരു മാറ്റവും വരുത്താതെ നമ്മളത് ശ്രദ്ധിക്കണം. സ്പെല്ലിംഗ് അടക്കം സ്ത്രീകൾ തന്നെ പേര് ചേർക്കുമ്പോൾ അവരുടെ വീട്ടുപേര്, സ്വന്തം വീട്ടുപേരായിരിക്കും അവർ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് പലപ്പോഴും എന്തിനാണ് വീട്ടുപേര് എന്ന് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. വീട്ടുപേര് എപ്പോഴും നമ്മുടെ അഡ്രസ്സിൻ്റെ ഭാഗമാണ്, പേരിൻ്റെ ഭാഗമല്ല വീട്ടുപേര്. അപ്പോൾ അഡ്രസ്സ് എന്നത് എപ്പോഴും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ആസ്പദമാക്കിയും പേരെന്നത് അവരുടെ SSLC ബുക്കിലെ ഒഫീഷ്യൽ നെയിമും ആണ് എന്നത് തീർച്ചയായിട്ടും ചിന്തിക്കുക. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ അബദ്ധം സംഭവിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടുപേര് ഔദ്യോഗികമായിട്ട് അഡ്രസ്സിൻ്റെ ഭാഗമാക്കണം. സ്വന്തം വീട്ടിലാണ് അവർ സ്ഥിരതാമസമെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടുപേര് ഉപയോഗിക്കും. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലെ സ്ഥിരതാമസക്കാരിയായിട്ട് അവർ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടുത്തെ പേരാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരിക്കലും സ്വന്തം വീട്ടുപേര് ഒഫീഷ്യലായിട്ട് ചേർക്കരുത്. പ്രിയമുള്ളവരെ, സീനവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ജെയ്സൺ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം നമ്മുടെയൊക്കെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാധാരണഗതിയിൽ SSLC ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന പേരായിരിക്കും തുടർന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളിലും നമ്മൾ രേഖപ്പെടുത്താറുള്ളത്. സാധാരണയായി നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് തന്നെയായിരിക്കും നമ്മൾ SSLC ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടതും തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളിലും നമ്മുടെ ഈ പേര് രേഖപ്പെടുത്തുന്നത് ആ ഒരു ക്രമത്തിലായിരിക്കും. എന്നാൽ പലപ്പോഴും പേര് ചേർക്കുമ്പോൾ SSLC ബുക്കിൽ നമ്മൾ ചേർക്കുന്ന പേര് ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിന്നും വിഭിന്നമായി മാറുകയും പിന്നീട് അത് ഒരുപാട് കോംപ്ലിക്കേഷനൊക്കെ വരാറുണ്ട്. അതിന് നമ്മൾ SSLC ബുക്കിൽ ചേർക്കേണ്ട പേര് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് തന്നെ ആയിരിക്കണം എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് പേര് ചേർക്കുമ്പോൾ നമ്മൾ എന്ത് പേരാണോ ഉദ്ദേശിക്കുന്നത് ആ പേര് കൃത്യമായിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് അടക്കം കൊടുക്കണം. അതുപോലെ കുട്ടികളുടെ മാതാപിതാക്കളുടെ പേര് ഏറ്റവും കൃത്യമായി, ഏറ്റവും ശരിയായൊരു പേര്, അതായത് അവരുടെ ഒഫീഷ്യൽ നെയിം എന്താണോ അത് മാത്രമായിരിക്കണം ബർത്ത് സർട്ടിഫിക്കറ്റിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുമ്പോൾ എൻ്റെ ഒരു സജഷന് അല്ലെങ്കിൽ എൻ്റെ ഒരു നിർദ്ദേശം, നമ്മൾ പലപ്പോഴും വീട്ടുപേര് ഉപയോഗിക്കാറുണ്ട് ചില ആളുകളെങ്കിലും. ഈ വീട്ടുപേര് ഒരിക്കലും പേരിൻ്റെ കൂടെ ചേർക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ വീട്ടുപേര് ചേർക്കുമ്പോൾ പിന്നീട് കുറേ കാലം നീളമുള്ള വീട്ടുപേരൊക്കെ ആകുമ്പോൾ പേരിൻ്റെ ഒരു നീളവും അതിനനുസരിച്ച് വലുതാകും. അത് മാത്രമല്ല എപ്പോഴും അവർ മറ്റൊരു അഡ്രസ്സിൽ എത്തിക്കഴിഞ്ഞാലും ആ വീട്ടുപേരായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉചിതമായത് കുട്ടിയുടെ പേര് കുട്ടിയുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ പേരിനൊപ്പം ചേർക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. സാധാരണയായി ഈ പേരിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രശ്നം നേരിടുന്ന ഒരു കൂട്ടർ സ്ത്രീകളാണ്. അതിനൊരു കാരണം, സ്ത്രീകൾ അവരുടെ SSLC ബുക്കിൽ അവരുടെ പേരിനൊപ്പം പിതാവിൻ്റെ പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ഇത് വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് വിവാഹത്തിന് ശേഷം അവർ ചേർക്കുന്നത് പലപ്പോഴും അവരുടെ പല സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ ആധാർ കാർഡ് പോലെയുള്ള അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് പോലെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ അവരുടെ പേരിൻ്റെ ഒപ്പം പേരിൻ്റെ ബാക്കിയായിട്ട് അവർ ഭർത്താവിൻ്റെ പേര് ചേർക്കും. അവരുടെ ഒഫീഷ്യൽ നെയിം എന്താണോ, അല്ലെങ്കിൽ എൻ്റെ പേര് ജെയ്സൺ, എൻ്റെ പിതാവിൻ്റെ പേര് സെബാസ്റ്റ്യൻ, അപ്പോൾ ആ ഒരു പേര് ചേർത്ത് ജെയ്സൺ സെബാസ്റ്റ്യൻ എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ നെയിം. ആ ഒരു പേര് ഒരു കാരണവശാലും നമ്മൾ ഒരു സർട്ടിഫിക്കറ്റിലും പിന്നീട് മാറ്റി ചേർക്കാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ച് ആ പേര് ഭർത്താവിൻ്റെ പേര് ചേർക്കുമ്പോൾ അവരുടെ ഔദ്യോഗികമായ പേര് SSLC ബുക്കിലുള്ള പേര് തന്നെയായിരിക്കും. പക്ഷേ പിന്നീട് ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഇവർ ഈ പിതാവിൻ്റെ സ്ഥാനത്ത് ഭർത്താവിൻ്റെ പേര് ചേർക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവരവരുടെ മക്കൾ ഒക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ പലപ്പോഴും ഈ അമ്മയുടെ ഒഫീഷ്യൽ നെയിമിൻ്റെ സ്ഥാനത്ത് പിതാവിൻ്റെ പേര് ചേർത്തുള്ള ഒഫീഷ്യൽ നെയിമാണ് എങ്കിൽ കുട്ടികളുടെ ആവശ്യത്തിലേക്ക് വരുമ്പോൾ അവർ ചേർത്തിരിക്കുന്നത് ഭർത്താവിൻ്റെ പേരായിരിക്കും. പിന്നീട് ഇപ്പം ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പോകുമ്പോൾ ഇത് പലപ്പോഴും വളരെ ഒരു കോംപ്ലിക്കേഷനായി മാറും. ഈ പേര് തിരുത്താനും അത് മൊത്തം സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയാക്കാനൊക്കെ ആയിട്ട് ഒരു വലിയ മാനസിക സമ്മർദ്ദവും അതുപോലെ ഒരുപാട് സമയനഷ്ടമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ച് മാറിക്കഴിഞ്ഞാലും അവരുടെ ഔദ്യോഗിക നിയമം ഒരിക്കലും മാറ്റരുത്. എന്നാൽ അവർക്ക് ഭർത്താവിൻ്റെ പേര് ചേർക്കേണ്ട കോളത്തിൽ ഭർത്താവിൻ്റെ പേര് എഴുതാം. അത് നമ്മുടെ ഇലക്ഷൻ ID കാർഡിലൊക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ പേര് എന്ന് ചോദിക്കുന്നിടത്ത് തീർച്ചയായിട്ടും അവരുടെ ഭർത്താവിൻ്റെ നെയിം ആഡ് ചെയ്യാം. പക്ഷേ ഔദ്യോഗികമായി ഒരു തരത്തിലും നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ നെയിം SSLC ബുക്കിലെ പേര് ഒരു കാരണവശാലും മാറ്റരുത്. അത് മുൻകാലങ്ങളിൽ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു തലമുറയും ഇതേ ഒരു തെറ്റ് ഒരുപാട് തവണ ആവർത്തിക്കുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് പിന്നീട് വരുന്ന പല അബദ്ധങ്ങളും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഈ പേര് ചേർക്കുമ്പോൾ ഔദ്യോഗികമായി എന്താണോ പേര് ആ പേരിൽ ഒരു മാറ്റവും വരുത്താതെ നമ്മളത് ശ്രദ്ധിക്കണം. സ്പെല്ലിംഗ് അടക്കം. അതുപോലെ സാധാരണ നമ്മൾ ഇനിഷ്യലൊക്കെ ചേർക്കുമ്പോൾ അത് നമ്മുടെ ഷോർട്ടായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജെയ്സൺ പൂക്കുളത്തേൽ സെബാസ്റ്റ്യൻ ആണെങ്കിൽ PS, ആ PS ഒക്കെ പിന്നീട് ബുദ്ധിമുട്ടാകാറുണ്ട്. അപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ പേര് തന്നെ അത് ഇനിഷ്യൽ ചുരുക്കപ്പേരല്ലാതെ തന്നെ നമ്മൾ കൊടുക്കുന്നാൽ ഏറ്റവും ഉചിതമായിരിക്കും. അതുപോലെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ പേര് ഇനിയും നിങ്ങൾ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ അവർക്ക് പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഇഷ്യൂ ആണ് പലരും പേര് സ്ത്രീകൾ തന്നെ പേര് ചേർക്കുമ്പോൾ അവരുടെ വീട്ടുപേര് സ്വന്തം വീട്ടുപേരായിരിക്കും അവർ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് പലപ്പോഴും എന്തിനാണ് വീട്ടുപേര് എന്ന് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. വീട്ടുപേര് എപ്പോഴും നമ്മുടെ അഡ്രസ്സിൻ്റെ ഭാഗമാണ്, പേരിൻ്റെ ഭാഗമല്ല വീട്ടുപേര്. അതായത് എൻ്റെ ഇപ്പം ജെയ്സൺ സെബാസ്റ്റ്യൻ പൂക്കുളത്തേൽ എന്ന വീട്ടുപേരാണെങ്കിൽ അത് പൂക്കുളത്തേൽ എന്നത് അഡ്രസ്സിൻ്റെ ഭാഗമാണ്, എൻ്റെ പേരിൻ്റെ ഭാഗമല്ല. അപ്പോൾ അവരുടെ സ്വന്തം വീട്ടിൽ സ്ത്രീകളാണെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിലെ ഒരു പേര് അത് എന്ത് പേരാണെങ്കിലും ആ വീട്ടുപേര് മറ്റൊരു അഡ്രസ്സിൽ വന്ന് ഉപയോഗിച്ചാൽ ഒരിക്കലും ആ അഡ്രസ്സിൽ അവരെ നിലവിലുള്ള വിവാഹം കഴിച്ച മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു പോസ്റ്റ് ഓഫീസിൻ്റെ പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഓഫീസ് പരിധിയിൽ ഇങ്ങനെ ഒരു വീട്ടുപേര് ഒഫീഷ്യലായിട്ട് ഉണ്ടാകില്ല. ആ ഒരു കെട്ടിടത്തിൻ്റെ നമ്പർ, ആ കെട്ടിടത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് ഉപയോഗിക്കുന്ന വീട്ടുപേര് അതാണ് അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ്. അപ്പോൾ അഡ്രസ്സ് എന്നത് എപ്പോഴും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ആസ്പദമാക്കിയും പേരെന്നത് അവരുടെ SSLC ബുക്കിലെ ഒഫീഷ്യൽ നെയിമും ആണ് എന്നത് തീർച്ചയായിട്ടും ചിന്തിക്കുക. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ അബദ്ധം സംഭവിക്കുന്നത്. പേര് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് സംശയമാണ്, എൻ്റെ വീട്ടുപേര് ഇന്ന വീട്ടുപേരാണോ കൊടുത്തത് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വീട്ടുപേരാണോ ഭർത്താവിൻ്റെ വീട്ടുപേരാണോ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഭർത്താവിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടുപേര് ഔദ്യോഗികമായിട്ട് അഡ്രസ്സിൻ്റെ ഭാഗമാക്കണം. സ്വന്തം വീട്ടിലാണ് അവർ സ്ഥിരതാമസമെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടുപേര് ഉപയോഗിക്കും. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലെ സ്ഥിരതാമസക്കാരിയായിട്ട് അവർ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടുത്തെ പേരാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരിക്കലും സ്വന്തം വീട്ടുപേര് ഒഫീഷ്യലായിട്ട് ചേർക്കരുത്. അത് തന്നെ അവർക്ക് തന്നെ കൺഫ്യൂഷനാകും. പല ബാങ്കുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും കൊടുത്തപ്പോൾ അവരുടെ ഏതാണ് കൊടുത്തതെന്ന് അവർക്ക് സംശയം ഉണ്ടാകും. അത് പിന്നീട് പല സർട്ടിഫിക്കറ്റിലും പല പേരുകളൊക്കെ ആയിട്ട് മാറാനുള്ള ഒരു കാരണമുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ സ്ത്രീകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ പേര് ചേർക്കുമ്പോൾ നമ്മൾ ചെറിയ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും കൃത്യമായി ചേർക്കുക. അത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് ചേർക്കുമ്പോൾ തൊട്ട് അത് ആളുകൾ ഇപ്പോഴത്തെ മാതാപിതാക്കൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. അതേ പേര് എന്താണോ പേര് അവരുടെ ആ ഒഫീഷ്യൽ നെയിം തന്നെ തുടർന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലും എല്ലാം ഉപയോഗിക്കാനും അവരുടെ മാതാപിതാക്കളുടെ പേരും കുട്ടിയുടെ മാതാപിതാക്കളുടെ പേരെല്ലാം അങ്ങനെ തന്നെ തുടർന്നും ചേർക്കുവാനും ശ്രദ്ധിക്കുക. ഇന്ന് എൻ്റെ വീഡിയോ ശ്രവിച്ച നിങ്ങൾക്ക് ഏറ്റവും നന്ദി, ഏറെ നന്ദി. തുടർന്ന് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.